സജിത് അന്ത്യാട്ട് ഈ പരാതി പുറത്തു വന്നപ്പോൾ തന്നെ ഇതേ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു വ്യക്തി ഷൈനിന്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അയാളുടെ സാധാരണ നിലയ്ക്കുള്ള പെരുമാറ്റത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാവുന്ന സിനിമയിൽ വ്യാപകമായ ഡ്രഗ് അബ്യൂസ് ഉണ്ട് എന്ന് പുറത്തേക്ക് വരികയാണ്. മുമ്പ് അതൊക്കെ ഈ എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ പേരില്ലാതെ പറയുന്നതോ ഗോസിപ്പോ ഒക്കെ ആയിരുന്നെങ്കിൽ സിനിമയിലുള്ള ആളുകൾ തന്നെ ഇത്ര വ്യാപകമായ ഡ്രഗ് അബ്യൂസ് ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത്, ലൊക്കേഷനുകൾക്കകത്ത്, സിനിമകളുടെ സെറ്റിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അകത്തു നിന്നാണ്. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റും വേണം. അതിനായിട്ട് ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നാളെ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോലീസ് അല്ലെങ്കിൽ ഈ ഇതിന് നിയോഗിക്കപ്പെടുന്ന സേന വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലാതെ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കേണ്ടത് അതുപോലെ നടക്കണമല്ലോ. ഇപ്പോൾ ഷൈൻ്റെ തന്നെ മുമ്പ് ഒരു കേസ് എങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ബോഡീസ് പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ പുലർത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. തീർച്ചയായിട്ടും അഭിലാഷേ, നമുക്ക് വേണ്ടത് എന്താണ്? പണം മുടക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രോഡക്റ്റ് സിനിമയാണ്. ആ സിനിമയിൽ ഭംഗിയായി സിനിമ ചിത്രീകരിക്കപ്പെടണം. നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ ബിസിനസ് കൃത്യമായി പൂർത്തീകരിക്കണം. അതിന് വേണ്ടത് നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം ഇല്ലാതാക്കുന്നത് ലഹരിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ചേംബറുടെ ഭാഗത്തു നിന്നുള്ള ആരും തന്നെ ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കാരണം ഞങ്ങളാണ് പണം മുടക്കുന്നവർക്ക് വേണ്ടിയുള്ളവരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഈ രംഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ലഹരിയും അതുപോലെ സ്ത്രീകൾ വളരെ കൃത്യമായി പറയാം, അവർ സുരക്ഷിതരായിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പക്ഷേ 10,000-കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ എല്ലാവരും വ്യത്യസ്തരായ ആൾക്കാരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, 3-4 വർഷമായി നമ്മളിത് ചർച്ചകൾ ചെയ്യുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പൊതുസമൂഹം വളരെ വിജിലൻ്റായി നിൽക്കുന്നത് കൊണ്ട് സിനിമാ മേഖലകളിൽ ഇപ്പോൾ വളരെയധികം ഈ ലഹരി ഉപയോഗം ഉൾപ്പെടെ, സ്ത്രീകളെ ഏതെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റ് ഉൾപ്പെടെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, സിനിമാ മേഖലയിൽ എപ്പോഴുണ്ടായാലും അത് പൊതുസമൂഹത്തിലേക്ക് വരും. കാരണം സിനിമാ മേഖലയിലാവുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയും മറ്റൊരു കാര്യം, കാരണം എനിക്ക് 8:15 അഭിലാഷ് എന്നെ വിടുമെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം ഇവിടെ പറയാം. ഇപ്പോൾ പലരും ചോദിക്കുന്നു, ഇങ്ങനെ ഈ വിൻസി പറഞ്ഞ ആളാരാണോ ആ ആളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണു? സ്വാഭാവികമായും ഒരു സംഘടനാപരമായ തീരുമാനത്തിനപ്പുറം ഇവിടെ വേറൊരു വ്യക്തത കൂടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുക ചർച്ചയിൽ. കാരണം എല്ലാവരും ചോദിക്കുന്നത് തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നാണ്. ഇവിടെ വനിതാ കമ്മീഷൻ ഫിലിം ചേംബറിനെ മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചപ്പോൾ ഇവിടെ ചില ആക്ടുകളുണ്ട്. ഒരു സംഘടനയ്ക്ക് തീരുമാനമെടുക്കുന്ന പോലെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ആക്ട് അനുസരിച്ച് ഇവിടെ ഐസിക്കാണ് പവർ. ഐസി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ഈ പറഞ്ഞിരിക്കുന്ന വിൻസി ആരെയാണോ ശരിയാണ്. വ്യക്തികൾക്കും അത് സാങ്കേതികത്വമാണ്. നിയമം ഇപ്പോൾ ഒരാളെയും തൊഴിൽ വിലക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ ജനങ്ങൾ ലക്ഷോപലക്ഷം ജനം കേൾക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്തോളൂ. എനിക്കതിൽ ചോദ്യമുള്ളത്, ഇപ്പൊ വിൻസി പറഞ്ഞത് എനിക്ക് ഇനി അയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുകൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു നടിക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കാൾ ഈ കുറ്റവാളിയായ ആൾ മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ശരിയാണ്, നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമെന്നും പറയുമ്പോൾ ആരാണ് കാസ്റ്റ് ചെയ്യുക? പ്രൊഡ്യൂസർ അല്ലേ തീരുമാനിക്കേണ്ടത് ആരെന്റെ സിനിമയിൽ വേണം? അപ്പൊ പ്രൊഡ്യൂസർമാർക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ലഹരി ഉപയോഗിച്ച്, ഇപ്പൊ വളരെ പേഴ്സണൽ ആയിട്ട് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല, ലഹരി ഉപയോഗിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്റെ സിനിമയിൽ വേണ്ട എന്ന് എംപ്ലോയർക്ക് തീരുമാനിക്കാലോ. കറക്റ്റ്, യു സെഡ് ഇറ്റ് അഭിലാഷ്. ഞങ്ങൾ പരിചയപ്രാപ്തരായ പ്രൊഡ്യൂസർമാർ ഇത്തരം ആളുകളെ വെച്ച് പടം നിർമ്മിക്കാതിരിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുമായി സിനിമാ പ്രോജക്റ്റിൽ ഏർപ്പെട്ട് അഡ്വാൻസും കൊടുത്ത് വരുമ്പോൾ ഇന്നയാൾ പടം ചെയ്യരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല. കാരണം അഭിലാഷിനറിയാം, നമ്മുടെ ഭരണഘടന എക്കണോമിക് ഫ്രീഡം എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നയാളോട് നിങ്ങൾ ഇന്നയാളെ വെച്ച് പടം ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇല്ല. അടുത്തത്, ഈ പറയുന്ന ICK ഈ പറഞ്ഞ നടന്റെ മേൽ നടപടിയെടുക്കാം. എന്താണ്? 1 വർഷം വരെ, അഭിലാഷ് നോട്ട് ചെയ്യണം, 1 വർഷം വരെ
ഈ വ്യക്തിയെ മാറ്റി നിർത്താനുള്ള അവകാശം ഐസിക്കുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് അവർ പോകണം. വ്യക്തിപരമായി ആസ് എ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി, മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയിലും എൻ്റെ അഭിപ്രായം ഈ നടനെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പൊതുസമൂഹം സമ്മതിക്കില്ല. ഈ പെൺകുട്ടി പറയുന്നത് എന്താണ്? എനിക്കുള്ള അനുഭവം ഇതാണെങ്കിൽ ആ വളരെ അവധാനതയോടെയാണ് ആ പെൺകുട്ടി, പ്രായം കുറവാണെങ്കിലും വളരെ പക്വതയോടെയാണ് ആ കുട്ടി സംസാരിച്ചത്. ഈ ആളെ ഞാൻ നശിപ്പിക്കാൻ തയ്യാറല്ല. ഇയാൾക്കെതിരെ നിയമ നടപടികൾക്കപ്പുറം ഇദ്ദേഹത്തെ കഴിയുമെങ്കിൽ ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ പറഞ്ഞതുപോലെ നന്നാക്കി എടുക്കുക. എനിക്കതിന് വിശ്വാസമില്ല കേട്ടോ. നന്നാകുന്ന ഒരു വ്യക്തിയാണ്. 2015 മുതൽ നന്നാകാത്ത ആളെ 2025 നന്നാക്കി കളയാം എന്ന് ഞാൻ ധരിക്കുന്നില്ല. എങ്കിലും ഒരു കോമ ഇടുകയാണ്. അങ്ങനെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. അതിനനുസരിച്ചുള്ള നടപടികൾ ഐസി എടുക്കുമ്പോൾ ഐസിക്കാണ് സുപ്രീം അതോറിറ്റി. ഐസിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇടപെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരാളെ മാറ്റി നിർത്താൻ, പ്രത്യേകിച്ച് അഭിലാഷ് അറിയാം, അഭിലാഷിനെ പോലെ നല്ല കഴിവുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അറിയാം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റൂൾ ഇവിടെയുണ്ട്. ആ റൂൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജോലി വിലക്കാൻ മറ്റൊരു സംഘടനയ്ക്കോ വ്യക്തികൾക്കോ, നമുക്കറിയാം ശ്രീ വിനയന്റെ കേസ് അറിയാം, അതുപോലെ തന്നെ നമുക്ക് ശ്രീ തിലകൻ ചേട്ടന്റെ കാര്യം അറിയാം. ഇത് നമുക്ക് അവകാശമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് പൊതു ചർച്ചയിൽ, ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ കയ്യടിക്ക് വേണ്ടി നമുക്ക് എന്തും സംസാരിക്കുന്നതിനപ്പുറം പക്വതയോടെ അവധാനതയോടെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റാർക്കെങ്കിലും ഏമ്പക്കം വിടാൻ നമ്മൾ എന്തിനു വായിക്കോട്ട വിടണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൃത്യമായി ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇതിനൊരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ ചേംബറിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, ചേംബറിന്റെ ഈ പറഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അവിടെ ഒരു സേ ഉണ്ടാവും. അതനുസരിച്ച് മുന്നോട്ട് പോകണം. അതിന് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ ശുദ്ധീകരണം നടത്തും. സിനിമാ മേഖലകളിൽ ലഹരി എന്ന് പറയുന്നത് സമൂഹത്തെ കാർന്നിരുന്ന ക്യാൻസറാണ്. ഈ സമൂഹം നന്നാകണം. ഈ ഒരു രാജ്യം നശിപ്പിക്കാൻ അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യം നശിപ്പിക്കാൻ അവിടെ ഈ പറഞ്ഞ ഡ്രഗ് കൊണ്ടുവന്നാൽ ആ രാജ്യം ശരിയാണ്. എന്ന് മാത്രമല്ല, മറ്റാരേക്കാൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ സന്ദേശങ്ങൾ കൊടുക്കാൻ സിനിമാ പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് ഈ താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ഫാൻ ഫോളോവിംഗ് ഉണ്ട്. അവർ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ താരങ്ങളുടെ ഓരോ ചലനവും വാക്കുമൊക്കെ പ്രസക്തി ഉള്ളതാണ്. കാരണം അത് ഫോളോ ചെയ്യാൻ ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ തന്നെ പല ഫിലിം പ്രൊമോഷൻ രംഗങ്ങൾ എടുക്കൂ. യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി ഫിലിം പ്രൊമോട്ട് ചെയ്യുന്നു. ഫിലിം പ്രൊമോട്ട് ചെയ്യണം, യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ ഫിലിം പ്രൊമോഷന്റെ ഭാഗമായി വരുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഡ്രഗ് യൂസിനെ തന്നെ ന്യായീകരിക്കുന്ന എത്രയോ കമന്റുകൾ ഇതേ ഷൈൻ ടോം ചാക്കോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ സിനിമാക്കാർക്ക് മാത്രമായിട്ട് ഉള്ള ഡ്രഗ് ഒന്നും ഇല്ലടേ, ഇതൊക്കെ എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞ യൂട്യൂബ് വീഡിയോ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ ഷൈൻ അല്ലെങ്കിൽ ഇന്ന ആൾ അത് ചെയ്യുന്നുണ്ട് എന്ന മട്ടിൽ അതിന് സ്വാധീനത്തിലാവുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം എന്നുള്ള നിലയിൽ തൊഴിൽ വിലക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു, ഞാൻ ആ വാദക്കാരനുമാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു തൊഴിലുടമയ്ക്ക് അയാളുടെ തൊഴിൽ സ്ഥാപനത്തിൽ ഇന്ന നിയമങ്ങൾ വേണം എന്ന് വെക്കാമല്ലോ. അതുപോലെ ഒരു തൊഴിൽ ഉടമ എന്നുള്ള നിലയിൽ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യും വരുന്ന കാലത്ത്? ഒരു വ്യക്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് വിഷയം. അത് ഉണ്ടാവാതിരിക്കാൻ, ഡിസിപ്ലിൻ ഉണ്ടാവാൻ, സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഒരു തൊഴിലുടമ എന്നുള്ള നിലയിൽ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് സജയ് നന്ദേട്ടനിൽ നിന്ന് അറിയേണ്ടത് ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായും ഇത്തരക്കാരെ ഒഴിവാക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറാവണം. അതല്ലേ ഞാൻ പറഞ്ഞത്. നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹമല്ലെങ്കിൽ നമ്മളില്ല. സോഷ്യോളജി പറഞ്ഞ പോലെ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മാൻ കനോട്ട് ലീവ് വിതൗട്ട് സൊസൈറ്റി എന്നാണ്. നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സമൂഹത്തിലെ എല്ലാ ചലനങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ വ്യക്തി ആരാണോ ആ വ്യക്തി ഉൾപ്പെടെ സമൂഹത്തിന് മാതൃക കാണിക്കണം. ചെറുപ്പക്കാർക്ക് മാതൃക കാണിക്കണം. ഇവരിടുന്ന ഡ്രസ്സ് പോലും അനുകരിക്കുന്നവരുണ്ട്, ഇവരെ അനുകരിക്കുന്നവരുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഇവർ സമൂഹത്തിന് മാതൃക കാട്ടണം. സിനിമ നന്നായിരിക്കണം. സിനിമ സമൂഹത്തെ നന്നാക്കാനാണ്. ഒരു സിനിമയിലും തിന്മ ജയിക്കുന്നില്ലല്ലോ. ഏത് സിനിമയുടെ ക്ലൈമാക്സിൽ നന്മയല്ലേ അഭിലാഷം ജയിക്കുന്നത്? അപ്പൊ തിന്മയെ നന്മ ജയിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രം പോരാ, ഇവരുടെ ജീവിത രീതികൾ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സിനിമാ സംഘടനകൾ, ഇവിടെ ഇരിക്കുന്ന റാണി ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന സജിതാ മഠത്തിൽ ഉൾപ്പെടെ, ഞങ്ങളുടെ പ്രസിഡന്റ് BR ജയിക്ക് ഉൾപ്പെടെ, ഞങ്ങളുടെ ചെയർമാൻ സുരേഷ് കുമാർ ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് ഞങ്ങൾ ഡ്രഗിനെ ഒഴിവാക്കും, പിശാചിനെ ഞങ്ങൾ മാറ്റും, പകരം ഞങ്ങൾ ദൈവത്തെ, ഈശ്വരനെ സ്വീകരിക്കുന്നു. ഇവിടെ ഒരു സമാധാനം, അനാർക്കി ഉണ്ടാകാതിരിക്കാൻ, അരാജകത്വമില്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സിനിമാ മേഖലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും
അതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നൊരു ശരി. ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ച് മാതൃഭൂമിയുള്ള ചാനലുകളുടെ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ ശരി, ഞങ്ങളെ നല്ല എല്ലാ വിമർശിക്കാം. പക്ഷേ കാര്യത്തിനുമുള്ള പിന്തുണ ഒരു വിധത്തിലും എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും. ഓക്കെ.